ഹലോ ഓൾ, വെൽക്കം ടു അഡ 24/7 മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് AAI ATC ടോപ്പ് 25 ക്വസ്റ്റ്യൻ സീരീസിലെ ഫിസിക്സിന്റെ ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ട് അതിന്റെ ATC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്? ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ സീരീസ്. നമുക്കറിയാം ATCയുടെ എക്സാം വൈകാതെ തന്നെ വരുന്നതാണ്. ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 27-നാണ് പരീക്ഷ വരുന്നത്. വളരെ സമയം കുറവാണ്. കൃത്യമായി പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വി ആർ ഗോയിങ് ടു ചെക്ക് AAI ATC ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ നെഗറ്റീവ് ആക്സലറേഷൻ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇസ് ഡാഷ്. ഇൻ നെഗറ്റീവ് ആക്സലറേഷൻ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇസ് ഡാഷ്. നെഗറ്റീവ് ആക്സലേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ വരുമ്പോൾ ഒരു ബോഡിയുടെ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഉത്തരം വരിക? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ, ഈ സീറോ ആണോ, ഇറ്റ് ഡിക്രീസസ് ആണോ, ഇറ്റ് ഇൻക്രീസസ് ആണോ? നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്, ആക്സലറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആക്സലറേഷൻ എ ഇസ് ഗിവൺ ബൈ വി മൈനസ് യു ബൈ ടി ആണ് അല്ലെ. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആക്സലറേഷൻ ആയിട്ട് പറയുന്നത്. വി മൈനസ് യു ബൈ ടി ആണ് നമുക്ക് ആക്സലറേഷൻ ആയിട്ട് വരുന്നത്. വേർ എ ഇസ് ദി ആക്സലറേഷൻ, v is the final velocity, u is the initial velocity, and t is the time taken. അല്ലെ, ടി ഈസ് ദി ടൈം ടേക്കൺ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ, വെൻ ദിസ് ടേൺസ് ഔട്ട് ടു ബി നെഗറ്റീവ്, വെൻ ആക്സലറേഷൻ ഇസ് നെഗറ്റീവ്, വി മസ്റ്റ് ഗെറ്റ് ദാറ്റ് വി മസ്റ്റ് ബി എങ്ങനെയായിരിക്കണം, ലെസ് ദാൻ യു ആയിരിക്കണം അല്ലെ. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയെക്കാളും കുറഞ്ഞ ഫൈനൽ വെലോസിറ്റി ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനേക്കാൾ ചെറുതാകുമ്പോഴാണ്, അതായത് ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ കിട്ടുക അല്ലെ. നെഗറ്റീവ് ആക്സലറേഷൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബി, അതായത് നമ്മുടെ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയെക്കാളും കുറവായിരിക്കണം, വിച്ച് മീൻസ് ഫൈനൽ വെലോസിറ്റി മസ്റ്റ് ബി ലെസ് ദാൻ ദി ഇനീഷ്യൽ വെലോസിറ്റി. എന്നാൽ മാത്രം, അതായത് വി മസ്റ്റ് ബി ലെസ് ദാൻ യു ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെഗറ്റീവ് ആക്സലറേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ നെഗറ്റീവ് ആക്സലറേഷൻ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഡിക്രീസസ് എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു സെക്കൻഡ് ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇട്ടിട്ട് പോവാതിരിക്കുക. നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് കമന്റ് ചെയ്യണം, ആൻസേഴ്സ് കമന്റ് ചെയ്യണേ. ലെറ്റ്സ് സീ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ്സ് ആർ സ്ട്രൈറ്റ് ലൈൻസ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്, 9 ഗ്രാഫുകൾ പഠിച്ചതാണ്. ഒരു ബോഡി അറ്റ് റെസ്റ്റിലുള്ള 3 ഗ്രാഫുകൾ, ബോഡി യൂണിഫോം വെലോസിറ്റിയിലുള്ള 3 ഗ്രാഫുകൾ, അതായത് യൂണിഫോം മോഷന്റെ 3 ഗ്രാഫുകൾ, അതുപോലെ തന്നെ യൂണിഫോം ആക്സലറേഷന്റെ 3 ഗ്രാഫുകൾ. ഇത്തരത്തിൽ 9 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്രാഫുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് ആർ സ്ട്രൈറ്റ് ലൈൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന ഗ്രാഫുകളൊക്കെ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം എന്താണ്, ബോഡി അറ്റ് റെസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെ വരിക, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ക്ലാസ്സിൽ ഒന്ന് വരയ്ക്കുന്നത് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും, when the body is at rest, displacement time graph will be a straight line parallel to the x-axis. അപ്പോൾ 10 മീറ്ററിലാണ് ബോഡി നിൽക്കുന്നത്, എന്തായിരിക്കും, ആ ബോഡി 10 മീറ്ററിൽ തന്നെ നിൽക്കും അല്ലെ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ് എങ്ങനെയായിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ് എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി along the x-axis. ബോഡി അറ്റ് റെസ്റ്റിൽ എന്താണ്, വെലോസിറ്റി 0 ആണ് അല്ലെ, വെലോസിറ്റി 0 ആണ്. ആക്സലേഷൻ ടൈം ഗ്രാഫോ, അതും എന്തായിരിക്കും, അതും 0 ആയിരിക്കും. ദർ വിൽ നോട്ട് ബി എനി ആക്സലേഷൻ. വെലോസിറ്റിയെ ഇല്ലാത്ത ബോഡിക്ക് എന്തുണ്ടാവില്ല, ആക്സലറേഷനും ഉണ്ടാവില്ല അല്ലെ. സീറോയിൽ തന്നെ ആയിരിക്കും എന്ത് വരിക, ഇറ്റ് വിൽ ബി എ ലൈൻ പാസിംഗ് ത്രൂ ദി എക്സ് ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക അടുത്ത എന്താണ്, അറ്റ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്താണ്, യൂണിഫോം മോഷനിൽ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക, ഒന്ന് കമന്റ് ചെയ്തേ. യൂണിഫോം മോഷനിൽ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക, യൂണിഫോം മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് വെലോസിറ്റി ആണ് അല്ലെ. വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, ആക്സലറേഷൻ റിമെയിൻസ് 0 അല്ലെ. വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ആക്സലറേഷൻ 0 എന്നതാണ് എന്ത്, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി എ ലീനിയർ ലൈൻ അല്ലെ. ലീനിയർലി ഇൻക്രീസിംഗ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് വരിക, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരിക. എന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അല്ലെ. വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് പാരലൽ ടു ദി എക്സ് ആക്സിസ് അല്ലെ. ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ അതെന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണേ, ഇതിപ്പോ ക്ലാസ്സിലേക്ക് വിശദമായിട്ട് എടുത്താണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതിന്റെ ആക്സലേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക,
It will again be 0. Acceleration time graph will be a 0 graph AT. ഇനി മൂന്നാമത്തെ ഗ്രാഫ്, മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ള 9 ഗ്രാഫിലെ അടുത്ത മൂന്നാമത്തെ ഗ്രാഫാണ് നമുക്ക് പഠിക്കേണ്ടത്. അതെന്താണ്? അറ്റ് യൂണിഫോം ആക്സലറേഷൻ ആണ്. കുറച്ച് ചെറുതായിട്ട് വരയ്ക്കാം. യൂണിഫോം ആക്സലറേഷൻ അല്ലെ? യൂണിഫോം ആക്സലറേഷൻ എങ്ങനെയാണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരും അല്ലെ? വെലോസിറ്റി ചേഞ്ച് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. വെലോസിറ്റി ചേഞ്ച് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിലോ ആക്സലറേഷൻ എന്തായിട്ട് വരുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു അല്ലെ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ലൈൻ. ഇറ്റ് വിൽ ബി ആൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ലൈൻ. എന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി എ ലീനിയർലി ഇൻക്രീസിംഗ് ലൈൻ അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് അല്ലെ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് വിൽ ബി എ ലീനിയർ ലൈൻ. ഇനി അതേ സമയത്ത് ആക്സലറേഷൻ ഇസ് കോൺസ്റ്റന്റ്. സോ ഇറ്റ് വിൽ ബി എ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? പാരലൽ ടു ദി എക്സ് ആക്സിസ് അല്ലെ? ഇവിടെ നമുക്ക് എത്ര സ്ട്രേറ്റ് ലൈൻ ഗ്രാഫുകൾ കാണാം? Yes, the displacement time graph of body at rest is a straight line graph. This is a straight line graph, straight line graph, straight line graph, straight line graph. അല്ലേ? ഇവിടെയും സ്ട്രേറ്റ് ലൈൻ ആണോ എന്ന് ചോദിച്ചാണ്, പക്ഷെ ഇതെന്താണ്? ഗ്രാഫുകൾ നമുക്ക് എക്സ് ആക്സിസിൽ നേരെയാണ് പോകുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. ദിസ് ഇസ് ദിസ് അല്ലേ? ഫസ്റ്റ് ഗ്രാഫ് ആയിട്ട് നമ്മൾ വരച്ചതാണ് എന്ത്? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്. ഇറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. യെസ്, ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ നമ്മുടെ മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്. യെസ്, ഇറ്റ് ഇസ് അഗെയിൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഇതും എന്താണ്? ദിസ് ഓൾസോ എ സ്ട്രേറ്റ് ലൈൻ. ഇനി സി നോക്കൂ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷനിലുള്ള ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അതെങ്ങനെയാണ്? നോ, ഇറ്റ് ഇസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ അല്ലെ? ഇപ്പൊ ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത ഗ്രാഫാണ്. അതെന്താണ്? അത് സ്ട്രേറ്റ് ലൈൻ അല്ല. അവിടെ എന്തുണ്ട്? ഇറ്റ് ഇസ് എ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ഗ്രാഫ്. ഇറ്റ് ഇസ് എ കേർവ്ഡ് ഗ്രാഫ് അല്ലെ? അപ്പൊ അതെന്താണ്? ഇറ്റ് ഇസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ സി ഇസ് റോങ് എന്ന് കിട്ടി. ഓപ്ഷൻ സി റോങ് ആണെന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. കാരണം ഇതിലും സി ഉണ്ട്, ഇതുമല്ല, ഇതിലും സി ഉണ്ട്, ഇതുമല്ല, ഇതിലും സി ഉണ്ട്, ഇതുമല്ല. ആൻസർ എന്താണ്? ഇറ്റ് ഇസ് എ, ബി ആൻഡ് ഡി. ലെറ്റ്സ് ചെക്ക് ദി ഡി ഓപ്ഷൻ. ഡി ഓപ്ഷൻ എന്താ പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. അറ്റ് റെസ്റ്റിലുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇറ്റ് ഇസ് അഗെയിൻ എന്താണ്? ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി എക്സ് ആക്സിസ് എന്ന് നമുക്ക് പറയാം അല്ലേ? ദിസ് ഓൾസോ എ സ്ട്രേറ്റ് ലൈൻ, ദിസ് ഓൾസോ എ സ്ട്രേറ്റ് ലൈൻ, ദിസ് ഓൾസോ എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി എക്സ് ആക്സിസ് ആണ്. Because the velocity of a body at rest remains 0. With the time passing, the velocity time graph of a body remains 0. കിട്ടിയോ? ഇത്തരത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രേറ്റ് ലൈൻ ഗ്രാഫുകൾ ഏതൊക്കെയാണ്? കേർവ്ഡ് ഗ്രാഫുകൾ ഏതൊക്കെയാണ്? എന്താണ് സ്ലോപ്പ്? നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ? വെലോസിറ്റി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഡി ബൈ ടി, വിച്ച് ഇസ് ദി വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് വി ബൈ ടി, വിച്ച് ഇസ് ദി ആക്സലറേഷൻ. അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏരിയ അണ്ടർ ദ കർവ് എടുക്കുമ്പോൾ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. കൃത്യമായി പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. നമ്മൾ ആകാശിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AAI ATCയുടെ ബാച്ച്. വെരി വെരി നൈസ് റെസ്പോൺസ് ആണ്. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ബുക്സ് ഇറക്കുന്നുണ്ട്. ഐ ബീൻ വർക്കിംഗ് ഓൺ ദ ബുക്ക്. ഫോർമുല ബുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആയുടനെ നിങ്ങൾക്ക് അത് സ്റ്റോറിൽ അവൈലബിൾ ആക്കുന്നതാണ്. നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തിയറി ആദ്യം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം? പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ആകാശ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ, ഇതുവരെയുള്ള റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. ഇനി ഒരു മാസം സമയമുള്ളൂ. ഓക്കെ, December 27 പരീക്ഷ. ആ ഒരു മാസം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം കിട്ടാതിരിക്കുകയോ ചെയ്യും. ഓക്കെ, ഇനി പല ഗ്രൂപ്പുകളിലും, പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ ഞാൻ ഡിസ്കഷൻ കണ്ടു. ഇത് ഭയങ്കര ഒരുപാട് വേക്കൻസി കുറവാണ്, ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെ കിട്ടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. കിട്ടിയ ഒരുപാട് മലയാളികളുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും റിവൈസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് ഇത് AAI ATC എന്ന് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗും ഗ്രാജുവേറ്റ്സ് ആയ മാത്സിനും ഫിസിക്സിനും ഗ്രാജുവേറ്റ്സിനായിരുന്നു അപേക്ഷിക്കാൻ പറ്റുക. അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? Y757 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇതിന്റെ ഫുൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് തരുന്നതാണ്. അതും അതിന്റെ ടെസ്റ്റ് സീരീസും എല്ലാം ഇതിന്റെ അലോങ് കിട്ടുന്നതാണ്. ഫിസിക്സ്, മാത്സ് എന്ന് പറയുന്ന 50% വെയിറ്റേജ് വരുന്ന ഏരിയ. ഓക്കെ, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് 30 എണ്ണം, മാത്സിന്റെ ക്വസ്റ്റ്യൻസ് 30 എണ്ണം, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാക്കി 60 ക്വസ്റ്റ്യൻസ് ജനറൽ.
അതിൽ 30 ടോട്ടൽ 30, 15+15 ആയിട്ട് എന്ത് വരുന്നു? ജനറൽ അവയർനെസ്സും ജനറൽ ഇന്റലിജൻസും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും വരുന്നു. അങ്ങനെ ഒരു 30 ക്വസ്റ്റൻസ്. പിന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്, ബാക്കി 20 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. 20 മാർക്കിന് ഇംഗ്ലീഷ്, ബാക്കി 10 മാർക്കിന് ജനറൽ GK. ഇതാണ് വരുന്നത്. അപ്പോൾ ഈ 60 മാർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് യു കുഡ് പ്രിപ്പയർ ദാറ്റ് വെൽ, യു ക്യാൻ ഷുവർലി ക്ലിയർ ദി എക്സാം. ഓക്കെ, ഒരുപാട് ക്ലിയർ ചെയ്ത മലയാളികളുണ്ട്. ഇത് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കൃത്യമായി പഠിച്ചു പോവാ, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ഇത്, നമ്മുടെ AAI ATC എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ? ചോദ്യം വീണ്ടും ശ്രദ്ധിക്കുക. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രൊജക്ടൈൽ മോഷനെ പറ്റി ശരിയല്ലാത്തത്? ശരി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ എ പ്ലെയിൻ. ആണോ? ഹൗ ഡു വി ഡ്രോ പ്രൊജക്ടൈൽ മോഷൻ? വി ഡ്രോ എ പരാബോള. അല്ലേ? നമുക്കൊരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പരാബോളയാണ് എന്തായിട്ട് വരയ്ക്കുന്നത്? പ്രൊജക്ടൈലായിട്ട് വരയ്ക്കുന്നത്. അല്ലെ? ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഭൂമിയെ ടച്ച് ചെയ്യുന്നത് വരെയുള്ള മോഷൻ, അതാണ് എന്ത്? പരാബോള എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ വൈ ആക്സിസ്, ദിസ് ഇസ് ദി എക്സ് ആക്സിസ്. ആൻഡ് ഈസ് ഇറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ എ പ്ലെയിൻ? യെസ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മോഷൻ ഇൻ എ പ്ലെയിൻ. ഒരു പ്രതലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊജക്ടൈലിനെ വരച്ചെടുക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മോഷൻ ഇൻ എ പ്ലെയിൻ. ദാറ്റ് ഇസ് കറക്റ്റ്. നമ്മളോട് നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണേ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ അലോങ് എ കർവ്. അല്ലേ? ചിത്രം കാണുമ്പോഴേ അറിയാം ഇറ്റ് ഇസ് എ എക്സാമ്പിൾ ഓഫ് മോഷൻ അലോങ് എ കർവ് ആണ്. അല്ലെ? ഉറപ്പായിട്ടും വളഞ്ഞിരിക്കുന്ന ഒരു വരയാണ് നമുക്ക് പ്രൊജക്ടൈൽ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് എ മോഷൻ അലോങ് എ കർവ്. ഇറ്റ് ഇസ് കോൾഡ് പരാബോള. അല്ലെ? ദ ഷേപ്പ് ഓഫ് ദ കർവ് ഇസ് കോൾഡ് പരാബോള എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഇറ്റ് ഇസ് ഓൾസോ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ നോക്കൂ, ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ മോഷൻ ഇൻ എ സ്പേസ്. അതും കറക്റ്റ് ആണ്. അല്ലെ? ഇഫ് ഇറ്റ് ഇസ് എ മോഷൻ എ പ്ലെയിൻ, ഇറ്റ് ഇസ് നോട്ട് എ മോഷൻ എ സ്പേസ്. അല്ലെ? മോഷൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. മോഷൻ സ്പേസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഇസ് 3 ഡയമെൻഷണൽ മോഷൻ. അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മോഷൻ എ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് മോഷൻ എ സ്പേസ്. വി കാൺ സേ ദാറ്റ് പ്രൊജക്ടൈൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മോഷൻ എ സ്പേസ്. സ്പേസിൽ എക്സാമ്പിൾ വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് ഒരു ചിത്രശലഭം പറന്നു വന്നു എന്ന് വിചാരിക്കാം. അല്ലെ? അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിനിലല്ല മൂവ് ചെയ്യുക. അതെന്ത് ചെയ്യും? അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ വഴിയിലൊക്കെ എന്ത് ചെയ്യും? 3 ഡയമെൻഷൻസിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇറ്റ് ഇസ് എ മോഷൻ ഇൻ എ സ്പേസ് എന്ന് വിളിക്കുന്നു. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അല്ലെ? പ്രൊജക്ടൈൽ മോഷൻ ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ സ്പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ ആക്സലറേഷൻ കീപ്സ് ചേഞ്ചിങ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ. ശരിയാണോ? ശരിയാണോ? വൺസ് ദ ഒബ്ജക്ട് ഇസ് ലെഫ്റ്റ് ഫ്രം അവർ ഹാൻഡ്, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ആയിട്ട് വരിക. ഓക്കെ, യു എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി വെക്ടറിനെ ടാൻജന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദ ടാൻജന്റ് പാസിംഗ് ത്രൂ ദ കർവ് ആണ് എപ്പോഴും എന്താവുക? വെലോസിറ്റി വെക്ടർ ആയിട്ട് വരിക. വാട്ട് അബൌട്ട് ദ ആക്സലറേഷൻ? What about the acceleration? It is always acting downwards, which is due to the gravity. Gravity മൂലം ഉണ്ടാവുന്ന ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ എവിടെ വരുന്നുള്ളൂ? പ്രൊജക്ടൈലിൽ വരുന്നുള്ളൂ. ഇറ്റ് ഇസ് ഓൾവേസ് ടുവേർഡ്സ് ദി ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത്. 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പറയാം, ആക്സലറേഷൻ ഡസ് നോട്ട് കീപ് ചേഞ്ചിങ്. ആക്സലറേഷൻ കീപ് ചേഞ്ചിങ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് കീപ് ചേഞ്ചിങ്. ഇറ്റ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ദാറ്റ്സ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഭൂമി തരുന്ന ആക്സലറേഷൻ ആണ് ആരുടെ ആക്സലറേഷൻ? നമ്മുടെ പ്രൊജക്ടൈലിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഹിയർ ഇസ് ദ ആക്സലറേഷൻ റിമെയിൻസ് കീപ്സ് ചേഞ്ചിങ് എന്ന് പറയുന്നതാണ് എന്ത്? റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൺസെപ്റ്റ് വളരെ വളരെ ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, കീപ് ദ കൺസെപ്റ്റ് വെരി വെരി ക്ലിയർ. എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. Okay, let's move on to the next question. When do we get maximum height in a simple projectile motion? വീണ്ടും പ്രൊജക്ടൈലിന്റെ ക്വസ്റ്റൻ ആണ്. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? ഡ്രോയിങ് എ പ്രൊജക്ടൈൽ അഗൈൻ. സോ പ്രൊജക്ടൈലിൽ നമുക്ക് ബേസിക്കലി 3 ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തുണ്ട്? 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ആർ എന്ന് നമ്മൾ വിളിക്കുന്ന ഹൊറിസോണ്ടൽ റേഞ്ച്, തിരശ്ചീനമായ ദൂരം. അതായത് ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോണ്ടല്ലോ, ഇപ്പം വേൾഡ് കപ്പ് ഫൈനലിൽ നമുക്കോ 6 വളരെ കുറച്ച് അടിക്കാൻ പറ്റും. രോഹിത് ശർമ്മ 1-2 അടിച്ചതേ ഉള്ളൂ. പക്ഷെ ഹെഡ് ഒരുപാട് 6 അടിച്ചു. അല്ലെ? ഓസ്ട്രേലിയക്കാരനെ ഹെഡ് ഒരുപാട് 6 അടിച്ചു. ആ ഓരോ 6 അടിക്കുമ്പോഴും നമ്മൾ കാണുമ്പോൾ ഈ ബോൾ പോയിട്ട് അപ്പുറത്ത് വീഴുമ്പോൾ ഇത് എഴുതി കാണിക്കും, ഇത്ര മീറ്റേഴ്സ്, 94 മീറ്റേഴ്സ്, 96 മീറ്റേഴ്സ് എന്നൊക്കെ എഴുതി കാണിക്കില്ലേ? അതെന്താണ്? ഇത് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോൾ. ബോൾ ട്രാവൽ ചെയ്യുന്ന ഈ ദൂരമില്ലേ, ഇതല്ല, നോട്ട് ദാറ്റ്. ആ ദൂരമല്ല എന്ത്? നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദി
സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബോൾ ട്രാവൽസ് അലോങ് ദി ഹൊറിസോണ്ടൽ. മനസ്സിലായോ? തിരശ്ചീനമായിട്ട് അതായത് ഭൂമിയോട് പാരലൽ ആയിട്ട് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതാണ് എന്ത് നമ്മുടെ തിരശ്ചീനമായ ദൂരം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ ഹൊറിസോണ്ടൽ റേഞ്ച് തരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഇസ് ദി മാക്സിമം ഹൈറ്റ്. സോ ദിസ് ദി മാക്സിമം ഹൈറ്റ്. അതൊരു മിഡ് പോയിന്റിലാകുമ്പോൾ പ്രൊജക്റ്റിൽ എന്ത് കിട്ടും? ഒരു മാക്സിമം ഹൈറ്റിലേക്ക് പോയിട്ടാണ് എന്ത് ചെയ്യുക? അത് താഴോട്ട് വരിക. ദാറ്റ് ഇസ് ദി ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. ഓക്കെ, എച്ച് മാക്സ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വി ഹാവ് ടി. ടി എഫ് അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റ് വരെ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാനെടുത്ത സമയം, ഫ്രം ഒ ടു എ ഒബ്ജക്റ്റ് എടുത്ത ടൈം ആണെന്ത്? നമ്മുടെ ടി എഫ് അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ത്? ഈ മൂന്ന് കാര്യങ്ങളും. കുറച്ച് ടഫാണ് ഇക്വേഷൻസ് എന്ന് തോന്നും, പക്ഷെ വളരെ സിമിലർ ആണ്. പക്ഷെ എന്ത് ചെയ്യരുത്? തെറ്റിക്കാതെ പഠിച്ചു വെക്കാം. ഇതാണ് ഇക്വേഷൻസ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഗിവൺ ബൈ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. u square sin 2 theta by g, and time of flight is given by 2u sin theta by g, and vertical height is given by u square sin square theta by 2g. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ചോദ്യം? വെൻ ഡു വി ഗെറ്റ് മാക്സിമം ഹൈറ്റ്? അല്ലെ, അതായത് വി ഹാവ് എ തീറ്റ ഇൻ ഹിയർ, ദാറ്റ് ഇസ് ദി പ്രൊജക്ഷൻ ആംഗിൾ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ ആണ്. അതായത് ഏത് ആംഗിളിലാണ് നമ്മൾ എറിയുന്നത്. ഇപ്പൊ നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ ഗോൾഡ് കിട്ടി അല്ലെ. അപ്പോൾ ജാവലിൻ ത്രോയും ഷോർട്ട് പുട്ടും ഒക്കെ എങ്ങനെയാണ്? ഏറ്റവും കൂടിയ ദൂരം ട്രാവൽ ചെയ്യണം അല്ലെ. നമ്മൾ എറിയുന്ന സാധനം ഏറ്റവും കൂടിയ ദൂരം ട്രാവൽ ചെയ്ത ആൾക്കാണ് ഗോൾഡ് കിട്ടുക, ആണല്ലോ. അപ്പൊ അവിടെ എന്താണ് മാക്സിമം വരേണ്ടത്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് മാക്സിമം ആയിട്ട് വരേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം വരണമെങ്കിൽ ഒരു ആംഗിളിൽ നമ്മൾ എറിയണം അല്ലെ. ആ ആംഗിൾ എത്രയാണ്? എത്ര വരിക? ഇവിടെ 6 മാക്സിമം വരണം. 6 മാക്സിമം വരണമെങ്കിൽ എന്തായിരിക്കണം? സൈൻ 2 തീറ്റ മാക്സിമം ആയിരിക്കണം. സൈൻ 2 തീറ്റ മാക്സിമം ആവുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് 1 അല്ലെ. അതായത് സൈൻ 2 തീറ്റ 1 ആവുന്നത് 2 തീറ്റ എന്താകുമ്പോഴാണ്? 90 ആകുമ്പോഴാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 90/2, അഥവാ 45 ഡിഗ്രി ആകുമ്പോഴാണ്. ഓക്കെ, ആർ മാക്സ് ഇസ് ഗിവൺ ബൈ യു സ്ക്വയർ ബൈ ജി 45 degrees. Okay, R max is given by u square by g at 45 degrees. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 45 ഡിഗ്രി പ്രൊജക്ടൈൽ ആംഗിൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏറ്റവും കൂടിയ ദൂരം ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം കിട്ടണമെങ്കിലോ ഇവിടെ എന്തായിരിക്കണം? സൈൻ തീറ്റ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ തീറ്റ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. സൈനിന്റെ ഗ്രാഫ് കണ്ടിട്ടില്ലേ? ഇങ്ങനെയാണ് സൈനിന്റെ ഗ്രാഫ് വരിക. ഇറ്റ് വേരീസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. ഇത് ഈ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. ആൻഡ് ഈ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ഇസ് 1 അല്ലെ. മാക്സിമം വാല്യൂ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സോ വെൻ സൈൻ തീറ്റ ബിക്കംസ് 1, വി ഹാവ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ടി മാക്സ് ഇസ് ഈക്വൽ ടു 2u ബൈ ജി അറ്റ് 90 ഡിഗ്രീസ്. അതായത് നമ്മളൊരു വസ്തുവിനെ 90 ഡിഗ്രി നേരെ മുകളിലേക്ക് എറിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് ഏറ്റവും കൂടുതൽ സമയം എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. Okay, and when we check the vertical height, we have h max is equal to u square by 2g. അതെന്താണ്? സൈൻ സ്ക്വയർ തീറ്റ 1 ആവണം. അതായത് തീറ്റ എന്തായിരിക്കണം? 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. കണ്ടോ? ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വെൻ ഡു വി ഗെറ്റ് മാക്സിമം ഹൈറ്റ് അല്ലെ. മാക്സിമം ഹൈറ്റ് എപ്പോൾ കിട്ടുന്ന അറിയാൻ നമുക്ക് എന്തറിയണം? ആദ്യം ഈ ഇക്വേഷൻ അറിയണം. എന്നിട്ട് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ 1 കൊടുക്കണം. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കണം. സോ തീറ്റ വിൽ ബി 90 ഡിഗ്രി. വി ഗെറ്റ് മാക്സിമം ഹൈറ്റ് വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായോ? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ പ്രൊജക്ടൈൽ മോഷൻ. മോഷൻ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്ന പോർഷനിലാണ് അത് വരുന്നത്. NCERT ഉള്ളതാണ്. +2 ലെവലിലാണ് ചോദ്യങ്ങൾ വരുന്നത്. കൃത്യമായി പഠിച്ചു വെക്കുക. ഈ 3 ഇക്വേഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. വീണ്ടും 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 കാണുമ്പോൾ ഇത് ഓർമ്മ വരും. ഓക്കെ, തെറ്റിക്കരുത്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. 2u സൈൻ തീറ്റ ബൈ ജി ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതുപോലെ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് എന്തായിട്ട് വരുന്നത്? മാക്സിമം ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന യുവിന്റെയും തീറ്റയുടെയും വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാസസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ഡബിൾഡ്? ഉണ്ടോ? ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയുന്ന സാധനം, നിങ്ങൾക്ക് ആ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാം. അതെന്ത് ചെയ്യണം? ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിലോ ഫോർമുല അപ്പൊ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാക്ടീസ് മാത്രമേ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. നോക്കൂ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാസസ്? നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് പറയുന്നത്?
സ്റ്റേറ്റ്മെന്റ് അറിയാമോ? Every body in the universe attracts every other body with a force which is directly proportional to the product of the masses and inversely proportional to the square of the distance between them. എന്നാണ് ആര് പറയുന്നത്? ന്യൂട്ടന്റെ ലോ പറയുന്നത്. അപ്പൊ രണ്ട് മാസ് ഉണ്ടെങ്കിൽ M1 എന്ന് പറഞ്ഞൊരു മാസം M2 എന്ന് പറയുന്ന മറ്റൊരു മാസം ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും മാസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാണ് ആര് പറയുന്നത്? ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു ജി M1 M2 ബൈ ആർ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഈ ജി എന്താണ്? ഇറ്റ് ഇസ് ദി ജി, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ജി ഇസ് ദി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? പ്രാപഞ്ചികമായിട്ട് അത് ശരിയാണ്. അതായത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അറിയാമോ ജിയുടെ വാല്യൂ? ജി is given by 6.673 into 10 raised to -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റ് കൂടി പഠിച്ചു വയ്ക്കുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, ജിയുടെ വാല്യൂ പഠിച്ചു വയ്ക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ രണ്ട് മാസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വേരിയേഷൻ വരിക ഫോഴ്സിന് എന്നാണ് ചോദ്യം അല്ലേ? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ജി M1 M2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ F1 ആദ്യത്തെ ഫോഴ്സ് എത്രയാണ്? ജി M1 M2 ബൈ ആർ സ്ക്വയർ ആണ്, R1 സ്ക്വയർ. ഇനി പുതിയ ഫോഴ്സ് എന്താണ്? F2. അതെന്തായി? ആറിനെ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്യാണ് അല്ലേ? അപ്പൊ എന്താവും? ജി M1 M2 ബൈ 2R1 ദ ഹോൾ സ്ക്വയർ അല്ലേ? എന്തുകൊണ്ടാണ്? R2 is equal to 2 into R1. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. 6 ആയിരുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ തന്നെ M1 വെച്ചിട്ട് M2 എന്ത് ചെയ്തു? അതിന്റെ ഇരട്ടി ദൂരത്ത് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, M2 ഇവിടെ 2R ആക്കി. R2 is equal to 2R1 എന്നാക്കി. ഓക്കെ, അപ്പൊ എന്തായി? ഇത് നമുക്ക് എന്ത് കിട്ടും? 2 സ്ക്വയർ കണ്ടോ? അപ്പൊ F2 is equal to F1 ബൈ 4 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ? എന്തുകൊണ്ടാണ്? ഈ 2 കിടക്കുന്ന എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 2R സ്ക്വയർ, 2R1 സ്ക്വയർ എന്താവും? 4R സ്ക്വയർ എന്ന് ആവും. 4R1 സ്ക്വയർ എന്നാവും അല്ലെ? F1 അല്ല, ജി M1 M2 ബൈ 4R1 സ്ക്വയർ എന്നാവും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് നോക്കുമ്പോൾ F1 ഈ ഇക്വേഷൻ 1 കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? F2 is F1 ബൈ 4 എന്ന് പറയാനായിട്ട് പറ്റും അല്ലെ? F2 is equal to F1 by 4 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ the new force, the new gravitational attraction reduces to a quarter when the distance between them is increased. അല്ലെ? എന്ത് ചെയ്യുന്നു? അത് 4 മടങ്ങ് കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ 1/4 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിപ്പിക്കുമ്പോൾ അവ തമ്മിലുള്ള ബലം, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇത് റെഡ്യൂസസ് ടു a quarter. എന്ത് ചെയ്യുന്നു? ദൂരം കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് F is directly proportional to 1 by R square. അല്ലേ? ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 6 കൂടുന്നതനുസരിച്ച് എഫ് കുറയും, 6 കൂടുന്നതനുസരിച്ച് എഫ് കുറയും, എഫ് കൂടുന്നതനുസരിച്ച് ആർ കുറയും. ഓക്കെ, ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓക്കെ, ഐ ഹോപ്പ് ഐ എം വെരി ക്ലിയർ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഗ്രേറ്റസ്റ്റ് ഇനേർഷ്യ? ഈ തന്നിട്ടുള്ളവയിൽ ഏതിനാണ് ഏറ്റവും കൂടിയ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഉള്ളത് എന്നാണ് ചോദ്യം. Okay, inertia is not something which has a equation or unit ഒന്നുള്ള സാധനമൊന്നുമല്ല. എന്താണ് inertia? It is basically the tendency of an object to remain in its state of rest or uniform motion. അല്ലെ? ന്യൂട്ടന്റെ ഫസ്റ്റിൽ എന്താ പറയുന്നത്? എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആക്ടഡ് upon by an external unbalanced force. ഇതാണ് ആര് പറയുന്നത്? ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം അല്ലെ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ദിസ് എ സ്റ്റോൺ. ഓക്കെ, ഈ സ്റ്റോണിനെ നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല. നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ് ഒരു എമൗണ്ട് കൂട്ടി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് മൂവ് ചെയ്യുന്നത്. സോ വെൻ ഐ ഫസ്റ്റ് അപ്ലൈ എ ഫോഴ്സ് ടു ദ ബോഡി റെസിസ്റ്റ് ദ മോഷൻ അല്ലെ? ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? ഈ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നു അല്ലെ? ആ ഒരു ടെൻഡൻസി ടു റെസിസ്റ്റ് ദ മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് വിളിക്കുന്നത് അല്ലെ? That tendency of the body to resist the motion is called tendency. Is called inertia. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഈ തന്നിരിക്കുന്ന സാധനങ്ങളിൽ ഏതിനാണ് ഏറ്റവും കൂടിയ ഇനേർഷ്യ? നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 3 മാസ് ഉണ്ട്. ഓക്കെ, യു ഹാവ് 3 ഡിഫറെന്റ് മാസസ്. യു ഹാവ് മാസ് 1, യു ഹാവ് മാസ് 2 and you have mass 3. Okay, if you apply the same force F1 to all the 3,
ഓക്കെ, 3ലേക്ക് F1 കൊടുത്തു കഴിഞ്ഞാൽ ഏതിനാണ് മൂവ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലുള്ളത്? ഇറ്റ്സ് ഫോർ മാസ് F1 അല്ലെ? മാസ് M1 ആയിരിക്കും എന്ത് ചെയ്യുക, ടെൻഡൻസി കൂടുതലുണ്ടാവുക. മാസ് കൂടുന്നതനുസരിച്ച് ഇഫ് M1 ഇസ് ലെസ് ദാൻ M2 ലെസ് ദാൻ M3 ആണെങ്കിൽ ആൻഡ് ഇഫ് യു ആർ മൂവിങ് 3 masses, നമ്മൾ F2 F3 എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? വെൻ ആക്സലറേഷൻ ഇസ് കോൺസ്റ്റന്റ്, when acceleration is constant, we can say that force is directly proportional to mass. അല്ലെ? എല്ലാവരും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ബോഡിയാണ്. ഏത് ബോഡിക്കാണ് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരിക? ഏറ്റവും മാസ് കൂടുതലുള്ള ബോഡിക്കാണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടിയ ഫോഴ്സ് വേണ്ടി വരിക. അല്ലെ? ഏറ്റവും കൂടുതൽ മാസുള്ള ബോഡിക്ക് എന്ത് വേണം? അതിനെ മൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടിയ ഫോഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്താവും? വി ഹാവ് M1 is less than M2 less than M3 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? F1 is less than F2 which is again less than F3 എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ മാസ് കൂടുന്നതനുസരിച്ച് ഒരു ബോഡി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനോട് കാണിക്കുന്ന ഇനേർഷ്യ എന്ത് ചെയ്യാണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. മാസ് കൂടുതലുള്ള ബോഡിക്ക് എന്തുണ്ടാവും? ഇനേർഷ്യ കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടിയ ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അല്ലെ? ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കൂ. ഒരു സിംഗിൾ ആറ്റം, ഒരു മോളിക്യൂള്, ഒരു 1 rupee കോയിൻ, ഒരു ക്രിക്കറ്റ് ബോൾ. ഇത് നാലിൽ ഏതിനാണ് ഏറ്റവും കൂടിയ മാസ് വരുന്നത്? ഏറ്റവും കൂടിയ മാസ് വരുന്നത് ഏതിനാണ്? ഫോർ ദി ക്രിക്കറ്റ് ബോൾ. അല്ലെ? ക്രിക്കറ്റ് ബോളിനാണ് ഏറ്റവും കൂടുതൽ മാസ് വരുന്നത്. ഇനേർഷ്യ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏതിനായിരിക്കും? ഫോർ ദി ക്രിക്കറ്റ് ബോൾ. അപ്പൊ നമ്മൾ സെയിം ഫോഴ്സ് ഈ 4 സാധനങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇതിൽ സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 സാധനങ്ങൾ നീങ്ങിയാലും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ എന്ത് ചെയ്യില്ല? നമ്മുടെ ക്രിക്കറ്റ് ബോൾ മൂവ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ദി മോസ്റ്റ് മാസ് ഇൻ ദി ഗിവൺ ഐറ്റംസ്. ഓക്കെ, തന്നിട്ടുള്ളതിൽ ഏത്? തന്നിട്ടുള്ളതിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ തരുന്നത് ഐ ഗിവ് അനദർ ഓപ്ഷൻ. യു ഹാവ് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് സൺ. ഇങ്ങനെ തന്ന ഏതിനാ മാസ് കൂടുതൽ? ഇറ്റ് ഇസ് ഫോർ ദി സൺ. അല്ലെ? സണ്ണിനാണ് മാസ് കൂടുതൽ. അപ്പൊ മാസ് കൂടുതലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും കൂടുതൽ ഇനേർഷ്യ കാണിക്കും. ഓക്കെ, മാസ് കൂടുതലുള്ള സാധനങ്ങളെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ ഫോഴ്സ് കൊടുക്കണം. കാരണം ദേ ഓഫർ കൂടുതൽ റെസിസ്റ്റൻസ്. അണ്ടർസ്റ്റാൻഡ്? ആ കൺസെപ്റ്റ് ക്ലിയർ ആയി? സോ ഇറ്റ് വിൽ ബി ദ ക്രിക്കറ്റ് ബോൾ ആൻഡ് ഇറ്റ് വിൽ ബി ദി സൺ. മനസ്സിലായോ? ഏറ്റവും മാസ് കൂടിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടിയ ഇനേർഷ്യ നമുക്ക് തരുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ് നൗഫൽ. യെസ് സൂരജ്. കിട്ടിയോ? ആ ഡിഫറൻസ് മനസ്സിലായോ? സോ ലൈക്ക് വൈസ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കുക, കോഴ്സ് എടുക്കുക. കോഴ്സിൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും വളരെ ലൈവായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് പോർഷൻ തീർക്കുന്ന രീതിയിലാണ്. ഓക്കെ, തിയറി നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്ത് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് ഫിസിക്സ് ഏകദേശം അറൗണ്ട് ഒരു 40% പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി വിൽ ഫിനിഷ് ദ റെസ്റ്റ് 60% ഇൻ ദ കമ്മിങ് 2 or 3 weeks ആൻഡ് വി വിൽ സ്റ്റാർട്ട് 2 weeks ആൻഡ് വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദി പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ കോഴ്സ് എടുക്കുക. ആകാശ് എന്നാണ് ബാച്ചിന്റെ പേര്. AATCയുടെ ബാച്ച് Y757 ആണ് അതിന്റെ കോഡായിട്ട് വരുന്നത്. ആ കോഡ് ഉപയോഗിച്ച് കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ് ഒന്ന് എടുത്തു തരണം, ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഒരു ക്ലാസ് എക്സ്ട്രാ വേണം, ടോപ്പിക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വി വിൽ ടേക്ക് സ്പെഷ്യൽ ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസ് നമ്മൾ തരുന്നതാണ്. എന്തിന്? ആ ടോപ്പിക് ക്ലിയർ ചെയ്യാനായിട്ട്. Okay, so if you have any doubt regarding this, kindly comment, and thank you for listening. Live ആയിട്ടിരുന്നതിനും comment ചെയ്തതിനും എല്ലാത്തിനും thank you. We will meet in another class. Thank you very much.